ഹലോ എവരിവൺ, ഇതിൽ ആരാണ് റിച്ച്? ശശിയാണോ അതോ ബാബു ആണോ? ഓഫ് കോഴ്സ് ശശി ഇട്ടിരിക്കുന്ന ഗ്ലാസ് കണ്ടില്ലേ, എന്തൊരു ബ്രാൻഡഡ് സാധനമാണ്. ശശി 20,000 രൂപയുണ്ടാകും. മാല 50,000 രൂപ, ഷർട്ട് ഏകദേശം ഒരു 5,000 രൂപ, പാൻറ് 1,500 രൂപ, ഇട്ടിരിക്കുന്ന ഷൂ 10,000 രൂപ. പക്ഷേ ശശിയുടെ ബാങ്ക് ബാലൻസ് 3,000 രൂപയേ ഉള്ളൂ. അതേസമയം ബാബു ഇട്ടിരിക്കുന്ന ഷർട്ട് 1,000 രൂപയേ ഉള്ളൂ, പാൻറ്റിന് 750, ഇട്ടിരിക്കുന്ന ഷൂ 1,000 രൂപ. പക്ഷെ ബാബുവിൻ്റെ ബാങ്ക് ബാലൻസ് 5 ലക്ഷമുണ്ട്. കാഴ്ചയിൽ പണക്കാരൻ ശശിയാണെങ്കിൽ യഥാർത്ഥ പണക്കാരൻ ബാബുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട എന്നുള്ളത്. നമ്മൾ അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കണം. പക്ഷെ അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കുണ്ടാകണം, സേവിങ്സ്. മതിയായ സേവിങ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നമ്മുടെ ഉദാഹരണത്തിൽ ബാബുവിനെ ശശി എടുത്ത് നോക്കാം. ഇപ്പം രണ്ടുപേർക്കും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. ഇവർക്ക് ആ കൂടുതൽ വരുമാനം ജോലിയിൽ നിന്നുള്ള ശമ്പളമാണ്. ബാബുവിൻ്റെ കേസ് വലിയ പ്രശ്നമില്ല. ഒരു 6 മാസമൊക്കെ ബാബുവിനും കുടുംബത്തിനും തട്ടിയും മുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാം, വേറെ വരുമാനമില്ലെങ്കിൽ. കാരണം മതിയായ സേവിങ്സ് ബാബുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ശശിയുടെ കേസോ കയ്യിലൊന്നുമില്ല. ദിവസ ചെലവിന് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമല്ലോ. ദിവസ ചെലവിനായിട്ട് ഫ്രണ്ട്സിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കടം വാങ്ങും, അല്ലെങ്കിൽ ലോൺ എടുക്കും. കൂടുതൽ കാലം ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കും? ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അവരിൽ ചീത്ത വിളിയും ഭീഷണിയും. അതുപോലെ കടം വാങ്ങിയ പൈസ കൊടുക്കാൻ പറ്റിയെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതെയാകും. ആകെ കൂടി ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. സോ നമ്മൾ ഷോ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മതിയായ സേവിങ്സ് നമുക്കുണ്ടാകണം, നമ്മുടെ മനസ്സമാധാനം നിലനിർത്താം. Building wealth has little to do with your income and lot to do with your saving rate. സോ ഇത്തരം മണി ടിപ്സിനെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.